യേശുവിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിസിയോയുടെ മുഖപത്രമായ ലക്കം 50 വായനയിലേക്കും കേൾവിയിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF എഴുതിയിരിക്കുന്ന ലോകം ദൈവമഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ലേഖനമാണ് ആദ്യം വായിക്കുന്നത്. ലോകം ദൈവമഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF. ദൈവം സർവവും സൃഷ്ടിച്ചത് സ്വന്തം മഹത്വം വർദ്ധിപ്പിക്കുവാനല്ല, പ്രത്യുത അത് വെളിപ്പെടുത്തുവാനും പ്രദാനം ചെയ്യുവാനുമാണ്. വിശുദ്ധ ബനവഞ്ചർ. സ്നേഹവും നന്മയും അല്ലാതെ മറ്റൊരു കാരണവും ലോക സൃഷ്ടിയിൽ ദൈവത്തിനില്ല. സ്നേഹത്തിന്റെ താക്കോൽ കൊണ്ട് അവിടുത്തെ കരം തുറന്നപ്പോൾ സൃഷ്ടികൾക്ക് അസ്തിത്വം കൈവന്നു. വിശുദ്ധ തോമസ് അക്വിനാസ്. 1-ാം വത്തിക്കാൻ കൗൺസിൽ വിശദീകരിക്കുന്നു. ദൈവം സ്വന്തം നന്മയും സർവ്വശക്തിയും വഴി തൻ്റെ തന്നെ സൗഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനോ ആർജിക്കുന്നതിനോ വേണ്ടിയല്ല, പ്രത്യുത സൃഷ്ടികളുടെ മേൽ താൻ വർഷിക്കുന്ന അനുഗ്രഹങ്ങളിൽ കൂടി തൻ്റെ പരിപൂർണത വെളിപ്പെടുത്താനായി സർവ്വസ്വതന്ത്രനായി കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മൂർത്തങ്ങളും അമൂർത്തങ്ങളുമായ ദ്വിവിധ സൃഷ്ടികളെയും ശൂന്യതയിൽ നിന്നു സൃഷ്ടിച്ചു. ലോക സൃഷ്ടിക്ക് പ്രേരകമായ ദൈവ നന്മയുടെ ആവിഷ്കരണത്തിൻ്റെയും സമ്പ്രദാനത്തിൻ്റെയും സാക്ഷാത്കാരത്തിലാണ് ദൈവമഹത്വം അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ കൃപയുടെ സ്തുതിക്ക് വേണ്ടി അവിടുത്തെ തിരുവിഷ്ടത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യേശുക്രിസ്തുവിലൂടെ നാം ദത്തുപുത്രരാകുവാൻ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു. എഫെസോസ് 1-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കാരണം സജീവനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. അതിലുപരി മനുഷ്യ ജീവിതമാകട്ടെ ദൈവദർശനവും. സൃഷ്ടി വഴിയുള്ള ദൈവാവിഷ്കാരം ഭൂമുഖത്ത് വസിക്കുന്ന സർവ്വജീവജാലങ്ങൾക്കും ജീവൻ നൽകിയെങ്കിൽ വചനത്തിൽ കൂടിയുള്ള പിതാവിൻ്റെ ആവിഷ്കാരം ദൈവത്തെ ദർശിക്കുന്നവർക്ക് എത്രയധികം ജീവൻ നൽകുകയില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ്. സർവചരാചര സൃഷ്ടാവായ ദൈവം അവസാനം എല്ലാറ്റിനും എല്ലാമായി തീരുക, അങ്ങനെ ദൈവമഹത്വവും നമ്മുടെ സൗഭാഗ്യവും ഒരേ സമയം സാക്ഷാത്കരിക്കുക എന്നതാണ് സൃഷ്ടിയുടെ ആത്യന്തിക ലക്ഷ്യം. CCC 294. ലോകം ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, യദൃശ്ചയ ഭവിച്ചതുമല്ല, അന്ധമായ വിധിയുടെ ഫലവുമല്ല. ദൈവത്തിൻ്റെ സ്വതന്ത്ര ഇച്ഛയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ലോകമെന്ന് നാം വിശ്വസിക്കുന്നു. തൻ്റെ സത്തയിലും ജ്ഞാനത്തിലും നന്മയിലും സൃഷ്ടികളെ ഭാഗഭാക്കുകളാക്കാൻ ദൈവം തിരുമനസ്സായി. കാരണം അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വെളിപ്പാട് 4:11. അതിനാൽ സങ്കീർത്തകൻ ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു: കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്! ജ്ഞാനത്താൽ അങ്ങ് എല്ലാം സൃഷ്ടിച്ചു. സങ്കീർത്തകൻ 104:24. സൃഷ്ടി നടത്തുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വസ്തുവോ എന്തെങ്കിലും സഹായമോ ദൈവത്തിന് ആവശ്യമില്ലെന്ന് നാം വിശ്വസിക്കുന്നു. ദൈവിക സത്തയിൽ നിന്നുള്ള നിർബന്ധപൂർവകമായ നിർഗളിക്കലും അല്ല സൃഷ്ടി. ദൈവം സ്വതന്ത്രമായി ശൂന്യാവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. ലാറ്ററൽ കൗൺസിൽ 4. നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പദാർത്ഥത്തിൽ നിന്നാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ അതിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ? ഒരു ശില്പി തനിക്ക് ലഭിക്കുന്ന പദാർത്ഥം കൊണ്ട് തനിക്കിഷ്ടമുള്ളതെല്ലാം നിർമ്മിക്കുന്നു. എന്നാൽ തനിക്കിഷ്ടമുള്ളതെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ ദൈവത്തിന് ശക്തിയുള്ളതിനാൽ നിർമ്മലമായ ഒരു ഹൃദയം അവനിൽ സൃഷ്ടിച്ചുകൊണ്ട് സങ്കീർത്തനം 51:12 പരിശുദ്ധാത്മാവ് വഴി പാപികൾക്ക് ആധ്യാത്മിക ജീവൻ നൽകുവാനും മരിച്ചവർക്ക് പുനരുത്ഥാനം വഴി ശാരീരിക ജീവൻ നൽകുവാനും ദൈവത്തിന് കഴിയും. ദൈവം മരിച്ചവർക്ക് ജീവൻ നൽകുകയും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വം നൽകുകയും ചെയ്യുന്നു. റോമ 4-ാം അധ്യായം 17-ാം വാക്യം. ദൈവം ജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നെങ്കിൽ അവിടുത്തെ സൃഷ്ടി ക്രമീകൃതമാണ്. അങ്ങ് സർവവും അളന്ന് എണ്ണി തൂക്കി ക്രമപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനം 11:20. അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ സനാതന വചനത്തിലും സനാതന വചനത്താലും സൃഷ്ടിക്കപ്പെട്ട വിശ്വം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിന് വിളിക്കപ്പെട്ടവനുമായ മനുഷ്യനു വേണ്ടിയാണ്. കൊളോസോസ് 1:15. അത് അവന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗഭാക്കാകുന്ന നമ്മുടെ ബുദ്ധി സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശക്തമാണ്. പക്ഷേ കഠിനാധ്വാനത്തിലൂടെയും സൃഷ്ടാവിൻ്റെയും അവൻ്റെ സൃഷ്ടികളുടെയും മുൻപിൽ വിനയ ബഹുമാന സമന്വിതം വർദ്ധിച്ചും കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. സൃഷ്ടി ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതിനാൽ അത് അവിടുത്തെ നന്മയിൽ പങ്കുചേരുന്നു.
അത് നന്നായിരിക്കുന്നുവെന്ന്, വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ഉൽപ്പത്തി 1-ാം 4, 10, 12, 18, 21, 31 വാക്യങ്ങൾ. മനുഷ്യനു വേണ്ടിയുള്ള ഒരു സമ്മാനമായി, അവനു വേണ്ടിയുള്ളതും അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നതുമായ ഒരു പൈതൃകമായി ദൈവം സൃഷ്ടിയെ നിശ്ചയിച്ചു. എന്നാൽ ദൈവം സൃഷ്ടിക്ക് അതീതനും സൃഷ്ടിയിൽ സന്നിഹിതനുമാണ്. തൻ്റെ സർവ്വ സൃഷ്ടികളെയുംക്കാൾ അനന്ത ശ്രേഷ്ഠതയുള്ളവനാണ് ദൈവം. അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്കുമേൽ അവിടുന്ന് സ്ഥാപിച്ചു. സങ്കീർത്തനം 8:2. അവിടുത്തെ മഹത്വം അന്വേഷണാതീതമാണ്. സങ്കീർത്തനം 145:3. പരമോന്നതനും സ്വതന്ത്രനുമായ സൃഷ്ടാവും അസ്തിത്വമുള്ളവയുടെ എല്ലാം പ്രഥമ കാരണവും എന്ന നിലയ്ക്ക് തൻ്റെ സൃഷ്ടികളുടെ എല്ലാം ആന്തരിക അഗാധങ്ങളിൽ ദൈവം സന്നിഹിതനാണ്. അവിടുന്നിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. അപ്പസ്തോല പ്രവർത്തനം 17:28 തിരുവചനം. വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളിൽ ദൈവം എൻ്റെ അന്തസ്സത്തേക്കാളെല്ലാം അന്തസ്ഥിതനും എൻ്റെ ഔന്നത്യത്തെക്കാളെല്ലാം ഉന്നതനുമാകുന്നു. കൺഫെഷൻസ് 3:6. ദൈവം സർവ്വ സൃഷ്ടികളുടെയും സന്ധാരകനും പരിപാലകനുമാണ്. സൃഷ്ടികർമ്മം കഴിഞ്ഞ് തൻ്റെ സൃഷ്ടികളെയെല്ലാം അവയുടെ വഴിക്ക് തന്നെ ദൈവം കൈവിടുന്നില്ല. അവിടുന്ന് അവയ്ക്കെല്ലാം ഉണ്മയും അസ്തിത്വവും നൽകുക മാത്രമല്ല, ഓരോ നിമിഷവും അവയെ ഉണ്മയിൽ നിലനിർത്തുകയും പ്രവർത്തിക്കുന്നതിന് അവയെ ശക്തമാക്കുകയും അവയുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവയെ നയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികൾക്ക് സൃഷ്ടാവിലുള്ള ഈ പരിപൂർണ ആശ്രയത്വം അംഗീകരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വത്തിലേക്ക് വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, അങ്ങ് എല്ലാറ്റിനോടും ദയ കാണിക്കുന്നു. ജ്ഞാനം 11-ാം 24-26 തിരുവചനങ്ങൾ. കാരണം അവ അങ്ങയുടേതാണ്. അടുത്ത ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അത് പ്രൊഫസർ CC ആലിസൂട്ടി ആൻറ്റി രചിച്ച പദ്ധതി ഒരുക്കി വഴി നടത്തുന്ന ദൈവകൃപയ്ക്ക് മഹത്വം എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന ലേഖനമാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുന്ന ദൈവകൃപയ്ക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ദൈവം നടത്തിയ വഴികളെ ഏറെ നന്ദിയോടെ സന്തോഷപൂർവ്വം ഓർക്കാനും ഏറ്റുപറയാനും ഒരവസരം കൂടെ ലഭിച്ചതിൽ അങ്ങേക്ക് സ്തുതി. മിഷൻ ലീഗിലും മരിയൻ സൊഡാലിറ്റിയിലും ഐക്കഫിലും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുൻനിരയിലും ജീസസ് യൂത്തിലും മരിയൻ സിംഗിൾസിലും തൂവാൻ ഈസായിലും വിവിധ പരിശീലന നേതൃത്വ കൂട്ടായ്മ വേദികളിലും സജീവ പങ്കാളിത്തത്തോടെ ഏറെ ധന്യതയോടെ ജീവിക്കാനുള്ള സുവർണ അവസരം എനിക്ക് ലഭിച്ചു എന്നത് ദൈവകൃപയാലാണ്. സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ, കെറിഗ്മ, മിസിയോ എക്ലേസിയ എന്നിങ്ങനെ വിവിധ പേരുകളിലൂടെ അറിയപ്പെടുന്ന മിസിയോ ഗ്രൂപ്പാണ് ഇന്ന് എൻ്റെ മുൻഗണനാ പ്രവർത്തന വേദി. മിഷണറി ആകാൻ ആഗ്രഹിച്ച് മിഷണറിമാരെ പരിശീലിപ്പിച്ച് അനേകരെ പരിശീലിപ്പിക്കാൻ പ്രാപ്തരായ മിഷണറി റിസോഴ്സ് പേഴ്സൺസിനെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനാകുന്നതിൽ ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. തിരുസഭയിൽ എല്ലാ പ്രായത്തിലും വിഭാഗങ്ങളിലും വിവിധ മേഖലകളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഉള്ള അനേകർ മിഷണറി സ്പിരിറ്റോടെ സ്നേഹപൂർവ്വം പരസ്പര ഐക്യത്തിൽ കൂട്ടായ്മകളുടെ ഭാഗമായി പുളിമാവ് പോലെ പ്രവർത്തിച്ചു. വളരുകയും വളർത്തുകയും ചെയ്യുന്ന ഈ വേദി ദൈവത്തിൻ്റെ അതിശയകരമായ ഇടപെടലിൻ്റെ ഫലമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയുള്ളതാണ് എന്ന് പോൾ 6-ാമൻ പാപ്പായും രക്ഷകനായ ക്രിസ്തു തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിൻ്റെ പരിപൂർത്തിയിൽ നിന്നും വളരെ അകലെയാണ്. മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീക്ഷിക്കുമ്പോൾ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ന് ജോൺ പോൾ 2-ാമൻ പാപ്പായും വേദനയോടെ ഏറ്റുപറയുന്ന സുവിശേഷ പ്രഘോഷണം, രക്ഷകന്റെ മിഷൻ എന്നീ അപ്പസ്തോലിക പ്രബോധനങ്ങൾ ശ്രദ്ധേയമാണ്. 1997 ബോംബെയിൽ അന്ധേരിയിലുള്ള വിനയാലയത്തിൽ വെച്ച് നടന്ന സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന 2 ആഴ്ചത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ് സുവിശേഷവൽക്കരണ ദൗത്യത്തിനുള്ള ബോധ്യത്തിൽ ആഴപ്പെടാൻ എന്നെ സഹായിച്ചത്. ഈ ബോധ്യം സഭയിലുള്ള സകലർക്കും എത്രയും വേഗം എത്തിക്കണമെന്ന താല്പര്യത്തോടെ അക്കൊല്ലം തന്നെ KSTയുടെ നേതൃത്വത്തിൽ എമ്മാവൂസിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി 72 പേർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവരുടെ താല്പര്യപ്രകാരം
പാലക്കാട്ടും കൽപ്പറ്റയിലും തൃശ്ശൂരിലും പ്രസ്തുത പ്രോഗ്രാം സംഘടിപ്പിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലും കേരളത്തിലും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും UAE, USA എന്നിവിടങ്ങളിലും നടന്ന പ്രോഗ്രാമുകളിൽ അനേകർ താൽപര്യപൂർവ്വം പങ്കെടുത്തു. സാവകാശം കെറിഗ്മ KSTയുടെ ഒരു മിനിസ്ട്രിയായി. കോവിഡിൻ്റെ നാളുകളിൽ സൂം പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്രോഗ്രാമുകളും വളർന്നു. സകലവും നന്മയ്ക്കായി പരിണമിക്കുന്ന സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവകരങ്ങളുടെ ഇടപെടൽ ഇവയിലെല്ലാം കാണാനാകുന്നു. മിസിയോ പ്രിലിമിനറി കോഴ്സ് എന്ന പേരിൽ നടക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമിലൂടെ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രാരംഭ പ്രഘോഷണം കെറിഗ്മ 10 ആഴ്ചകളിലൂടെ ശനിയാഴ്ച രാത്രി മുടങ്ങാതെ നടന്നുവരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ധാരാളം പേർ താൽപര്യപൂർവ്വം പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാം മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവരുടെ പുനഃ സുവിശേഷവൽക്കരണമാണ് ലക്ഷ്യമാക്കുന്നത്. ഇതിൽ പങ്കെടുത്തവരെ സുവിശേഷ പ്രഘോഷകരാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ചെറിയ ഗ്രൂപ്പുകൾക്കായുള്ള 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സ്. സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയുള്ള ആലിസ് ആൻറ്റിയുടെ അർപ്പണ ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകൾ തുടരും. അടുത്ത ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അഹങ്കാരം എന്ന വിഷലിപ്തമായ വൈകല്യം. ടോമിച്ചൻ പുല്ലൻ കാവുങ്കൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ലേഖനം നമുക്ക് കേൾക്കാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും തട്ടിപ്പറിച്ചതോടെ അഹങ്കാരമെന്ന വലിയ സ്വഭാവ വൈകല്യം മനുഷ്യകുലത്തെ മുഴുവനും മൂടിക്കളഞ്ഞു. പുരാതന ഗ്രീക്കുകാർ അഹങ്കാരം എന്ന വാക്കിനെ അമിതമായ തേജസ് എന്ന് വിവർത്തനം ചെയ്യാവുന്ന ഒരു വാക്കായി നിർവചിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായും അഹങ്കാരം എന്നത് സ്വയം പുകഴ്ത്തലും സ്വന്തം കഴിവുകളിലുള്ള അതിര് കവിഞ്ഞ വിശ്വാസവുമാണ്. തിന്മ എല്ലായ്പ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് വിശദീകരിക്കാൻ യേശു ചിട്ടപ്പെടുത്തിയ ദുരാചാരങ്ങളുടെ പരമ്പരയിലും ഈ പദം പ്രത്യക്ഷപ്പെടുന്നു. മർക്കോസ് 7:22. അഹങ്കാരികൾ തങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ മേന്മ ഭാവിക്കുന്നവരാണ്. മറ്റുള്ളവരെക്കാൾ എപ്പോഴും വലിയവരായി അംഗീകരിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുന്നവരുമാണ്. മറ്റുള്ളവരെ നിന്ദിക്കുകയും അവരെ തങ്ങളെക്കാൾ താഴ്ന്നവരായി കണക്കാക്കുന്നതിൽ ഉത്സുകരുമാണ്. അഹങ്കാരികൾക്ക് അവർ അഹങ്കാരികളാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുക എന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ശരീരഭാഷയിൽ പോലും അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നത് അവർ അറിയുന്നേയില്ല. മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയവന്റെ മുഖം ധ്യാനിക്കാൻ കഴിയാത്തവർക്ക് അഹങ്കാരം എന്ന വൈകല്യം എന്നും അലങ്കാരമായി നിലകൊള്ളും. അഹങ്കാരം എന്ന വൈകല്യം വ്യർത്ഥത എന്ന സ്വഭാവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. വൈരാഗ്യം മനുഷ്യന്റെ സ്വയം കൃത രോഗമാണെങ്കിൽ നാശം വരുത്താനുള്ള അഹങ്കാരത്തിന്റെ കഴിവിനോട് ഉപമിക്കുമ്പോൾ വൈരാഗ്യം ഒരു ബാലിശ രോഗമായി മാത്രമേ കാണാൻ കഴിയൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, എല്ലാ തിന്മകളുടെയും മഹാറാണിയാണ് അഹങ്കാരം എന്ന്. ഈ ദുർഗുണമുള്ളവർ ദൈവത്തിൽ നിന്നും വളരെ അകലെയാണ്. ഈ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരുവാൻ അവർ നന്നേ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അഹങ്കാരം എന്ന തിന്മയ്ക്കുള്ളിൽ സകല പാപങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് സ്വയം ദൈവത്തെ പോലെയാണെന്ന് കരുതി വശാകുന്ന അസംബന്ധം. നമ്മുടെ ആദിമാതാപിതാക്കളുടെ മുൻപിൽ പ്രലോഭകൻ അവതരിപ്പിച്ചതും അവരെ അഹങ്കാരത്തിലേക്ക് പെട്ടെന്ന് വീഴ്ത്തുവാനുള്ള തന്ത്രമായിരുന്നു. പ്രലോഭകൻ അവരോട് പറയുന്നു, നിങ്ങൾ അത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങൾ ദൈവത്തെപ്പോലെയാകും. ഉൽപ്പത്തി 3:5. ആ പ്രലോഭനത്തിൽ അവർ അകപ്പെട്ടുപോയി. ആത്മീയ എഴുത്തുകാർ അഹങ്കാരത്തിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിലും അത് മനുഷ്യബന്ധങ്ങളെ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് ചിത്രീകരിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യരെ പരസ്പരം ഒന്നിപ്പിക്കേണ്ട സാഹോദര്യത്തിന്റെ വികാരത്തെ ഈ തിന്മ എങ്ങനെ വിഷലിപ്തമാക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കാൻ ഇന്നിൻ്റെ എഴുത്തുകാർക്ക് കഴിയണം. പ്രത്യക്ഷമായ ശാരീരിക രൂപമുള്ള ഒരു തിന്മയാണ് അഹങ്കാരം. അത്തരക്കാർക്ക് ആരുടെയും മുൻപിൽ വളയാത്ത കഴുത്തും കുനിയാത്ത തലയുമുണ്ട്. മറ്റുള്ളവരെ നിന്ദ്യമായ ന്യായവിധിയിലേക്ക് എളുപ്പത്തിൽ തള്ളിവിടുവാൻ അവർക്ക് ഒരു മടിയുമില്ല. അല്പം നിരാശരോ കഴിവില്ലാത്തവരോ എന്ന് തോന്നുന്നവരുടെ മേൽ ഒരു കാരണവുമില്ലാതെ കടുത്ത വിധിന്യായങ്ങൾ കെട്ടിയേൽപ്പിക്കുവാൻ അവർ മുന്നിട്ടിറങ്ങും. ക്രിയാത്മകമായി വിമർശിക്കുന്നവരെ അവർ ആട്ടിപ്പായിക്കും. ആരെങ്കിലും നിരുപദ്രവകരമായ ഒരു പരാമർശം നടത്തുമ്പോൾ പോലും അഹങ്കാരിയായ ഒരു വ്യക്തി തൻ്റെ മഹത്വത്തെ ആരോ വ്രണപ്പെടുത്തിയെന്ന പോലെ രോഷാകുലനായി ആക്രോശിക്കുന്നത് കാണാം. ഇടപെടേണ്ടാത്ത ഇടങ്ങളിൽ ഇടപെട്ട് എല്ലാം വൈകൃതമാക്കുന്നതിൽ അവർ ബഹുമിടുക്കരാണ്.
ബന്ധങ്ങളുടെ ആർദ്രതയ്ക്ക് വില കൽപ്പിക്കാൻ അങ്ങനെയുള്ളവർക്ക് കഴിയുകയില്ല. അവർ ബന്ധങ്ങൾ നിശേഷം നിഷേധിക്കുന്നു. നിസാര കാര്യങ്ങളിൽ വലിയ നീരസത്തോടെ ബന്ധങ്ങൾ തകർത്തെറിയുന്നു. അഹങ്കാരത്തിന്റെ പിടിയിൽ അമർന്ന ഒരു വ്യക്തിക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അവരോട് സൗഹൃദപരമായി സംസാരിക്കുക പോലും അസാധ്യമാണ്. തങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടെന്ന് അവർ സമ്മതിക്കായികയാൽ അവരെ തിരുത്തുക എന്നതും അസംഭാവ്യവുമാണ്. അഹങ്കാരം ഒരു വലിയ അറിവില്ലായ്മയാണെന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അവരെ വെറുക്കാതെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാനും കഴിയുക. കാരണം അവരുടെ വ്യർത്ഥാഭിമാന കൊട്ടാരം ഒരു ദിവസം തകർന്നു വീഴും. ഒരു ഇറ്റാലിയൻ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ, അഹങ്കാരം കുതിരപ്പുറത്തു പോകുന്നു, കാൽനടയായി മടങ്ങുന്നു. സുവിശേഷങ്ങളിൽ യേശു അഹങ്കാരികളായ ധാരാളം ആളുകളുമായി ഇടപഴകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, അത് മറച്ചുവെച്ച് സംസാരിക്കാൻ പരിശ്രമിച്ചവരുടെ പുറംപൂച്ചും അവൻ വലിച്ചു കീറി പുറത്തു കൊണ്ടുവന്നു. എല്ലാവരും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് വീരവാദം മുഴക്കിയ പത്രോസും യേശുവിൻ്റെ മരണമുഖത്തു നിന്നും ഭയന്നോടുന്ന രംഗവും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് താടി ഉയർത്തി യേശുവിൻ്റെ മുഖത്തു നോക്കാൻ പോലും കഴിയാതെ ഉപ്പു നിറഞ്ഞ കണ്ണുനീർ വാർക്കുന്ന രണ്ടാമത്തെ പത്രോസ് യേശുവിൻ്റെ സാന്നിധ്യത്താൽ സൗഖ്യം പ്രാപിക്കുകയും ഒടുവിൽ സഭയുടെ ഭാരം വഹിക്കാൻ യോഗ്യനാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാമല്ലോ. യേശുവിൻ്റെ തിരുമുഖത്ത് പറയരുതാത്തത് അവന് പറയാതിരിക്കാമായിരുന്നു. ഒരുപക്ഷെ ആ പറച്ചിലിലൂടെ അവനെ ഒരു പുതിയ മനുഷ്യനാക്കി രൂപപ്പെടുത്തുവാനുള്ള യേശുവിൻ്റെ പദ്ധതി ആയിരുന്നിരിക്കണം. അങ്ങനെ ഒരു പ്രചോദനം അവൻ്റെ ഉള്ളിൽ ഉണ്ടായതിൻ്റെ കാരണം ഇതാ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന അവൻ വിശ്വസ്തനായ ഒരു ശിഷ്യനാണ്. ഒരു ഉപമയിൽ പറയുന്നത് പോലെ, യജമാനന് തൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും ചുമതല ഏൽപ്പിച്ചു നൽകാൻ തക്കവിധം വിശ്വസ്തനായ ശിഷ്യൻ. ലൂക്ക 12:44. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യമായി പരിഗണിക്കപ്പെടുന്നത് നീതിമാനാണെന്ന ഭാവമാണ്. അതാണ് ക്രിസ്തുവിൻ്റെ അനുയായികളെങ്കിലും നാം അറിയാതെ നമ്മെ ചൂഴ്ന്നിരിക്കുന്ന പരിസയ ഭാവം. ഭക്തരാണെന്നും ഏറെ ഭക്ത അഭ്യാസങ്ങളിലും പുണ്യപ്രവർത്തികളിലും വ്യാപൃതരാണെന്നും അതിനാൽ ജീവിതം ധന്യമാണെന്നും ചിന്തിച്ചു വശാകുന്ന ഒരുതരം ആത്മീയ അഹങ്കാര വൈകൃതം. എങ്ങനെ ഈ ഭയാനകമായതും സ്വർഗം വെറുക്കുന്നതുമായ വിപത്തിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിയും? നമ്മുടെ പല അള്ളിപ്പിടുത്തങ്ങളും ദുർവാശികളും നമ്മിൽ ഒളിഞ്ഞു കിടക്കുന്ന അഹങ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നാം ആത്മാർത്ഥതയുള്ള സ്വയം വിമർശകരാകണം. നമ്മിലേക്ക് നാം സൂക്ഷ്മമായി നോക്കണം. നിഷ്പക്ഷമായ കർശന നിരീക്ഷണം വേണം. ജാഗ്രതയോടെ ജീവിതം ചിട്ടപ്പെടുത്തണം. അല്ലെങ്കിൽ വിഷലിപ്തമായ ഒരു ശരീരഭാഷയ്ക്കുടമയായി മറ്റുള്ളവരുടെ മുന്നിൽ നാം അറിയാതെ അപഹാസ്യരായി ജീവിക്കേണ്ടി വരും. എല്ലാ അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും മറുപടി വിനയമാണ്. വിനയത്തിലൂടെ മാത്രമേ രക്ഷ കടന്നു വരുന്നത്. മറിയത്തിൻ്റെ കീർത്തനത്തിൽ അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവൾ പാടുന്നുണ്ട്. നമ്മെ വികലമാക്കുന്ന നമ്മുടെ സമൂഹത്തെ മറ്റുള്ളവർ നിരാകരിക്കുവാൻ കാരണമാകുന്ന നമ്മുടെ ദുരഭിമാനത്തിനും അഹങ്കാരത്തിനുമെതിരെ പോരാടാൻ നമുക്ക് കടമയുണ്ട്. ക്രിസ്തീയ സാക്ഷ്യത്തിന് വിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലേഖനം നൽകുന്ന ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താം. അടുത്തതായി സാലി വർഗീസ് രചിച്ച പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ എന്നുള്ള ഒരു മനോഹരമായ ലേഖനമാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ. ഒക്ടോബർ ജപമാല മാസം പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഗർഭിണിയായ തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിനെ കാണാനും ശുശ്രൂഷിക്കാനും മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നു. ലൂക്ക 1:39. മറിയം ഈശോയെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ആദ്യത്തെ ശുശ്രൂഷയ്ക്കുള്ള യാത്ര. ഒരു തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ മറിയത്തിൻ്റെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം. പരിശുദ്ധാത്മാവ് തീക്ഷ്ണത തരുമ്പോഴാണ് ഈ ശുശ്രൂഷ മനോഭാവം നമ്മിൽ രൂപപ്പെടുക. മറിയം ഗർഭിണിയായിരിക്കെ മറിയത്തിന് ശുശ്രൂഷ കിട്ടേണ്ട സമയം മറിയം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു. ലൂക്ക 1:56. 3 മാസത്തോളം മറിയം എലിസബത്തിന്റെ കൂടെ വീട്ടിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തു. പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തികൾക്കാണ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുക. പരിശുദ്ധാത്മാവാണ് ഈ തീക്ഷ്ണത നമുക്ക് നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷം 10:33-34 തിരുവചനങ്ങൾ. സമരിയക്കാരൻ മുറിവേറ്റ യാത്രക്കാരൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ കടന്നു ചെല്ലുന്നു. ശുശ്രൂഷ നൽകി പരിചരിക്കുന്നു. ഈശോ കുരിശു ചുമന്നു പോകുമ്പോഴും തൻ്റെ വേദനകളെ മറന്ന് ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നത് നാം കാണുന്നു. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും തൻ്റെ വേദന മറന്ന് നല്ല കള്ളനെ ആശ്വസിപ്പിക്കുകയും പറുദീസ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു.
നമ്മുടെ സ്വന്തം സുഖം, ദുഃഖം, രോഗം, കുറവുകൾ ഇതൊന്നും പരിഗണിക്കാതെ മറ്റുള്ളവരിലേക്ക് സഹായ ഹസ്തങ്ങളുമായി ഇറങ്ങാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രചോദനം നമ്മിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. നാം നമ്മുടെ ദുഃഖത്തിലേക്കും മുറിവുകളിലേക്കും നോക്കിയിരുന്നാൽ അത് ഒരു പരിധിവരെ വർദ്ധിക്കുകയേ ഉള്ളൂ. മറിച്ച് മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കുറയുകയും ശുശ്രൂഷാ തലത്തിലേക്ക് നാം ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഞാനല്ല, വേറെ ആരെങ്കിലും എലിസബത്തിനെ ശുശ്രൂഷിച്ചോളൂ എന്നല്ല മറിയം കരുതിയത്. ഞാനല്ലാതെ മറ്റാരും എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ ഇല്ല എന്നാണ് മറിയം ചിന്തിച്ചത്. സമരിയക്കാരൻ്റെ കഥയിലെ യാത്രക്കാരനെ സഹായിക്കാതെ പോയ പുരോഹിതനും ലേവായനും ചിന്തിച്ചതും ഞാനല്ലെങ്കിൽ മറ്റാരെങ്കിലും യാത്രക്കാരനെ സഹായിച്ചു കൊള്ളും എന്നാണ്. ഒരുപക്ഷെ യാത്രക്കാരനെ മുറിവേൽപ്പിച്ചവർ തങ്ങളെയും മുറിപ്പെടുത്തുമെന്ന് അവർ ഭയന്നിട്ടുമുണ്ടാവും. മാത്രമല്ല, മുറിവേറ്റ യാത്രക്കാരനെ സ്പർശിച്ചാൽ തങ്ങൾ അശുദ്ധരാക്കപ്പെടുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ സമരിയക്കാരൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. ഞാനല്ലാതെ മറ്റാരും അയാളെ സഹായിക്കാൻ ഇല്ല എന്നാണ്. അയാൾക്ക് എൻ്റെ സഹായവും കാരുണ്യവും ഇപ്പോൾ ആവശ്യമാണെന്നും എൻ്റെ കയ്യിലുള്ള സമ്പത്തും അയാൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്നും എൻ്റെ ആവശ്യത്തെക്കാൾ വലുതാണ് ഇപ്പോൾ അയാളുടെ ആവശ്യമെന്നും സമരിയക്കാരൻ മനസ്സിലാക്കി. ഇത്തരം ചിന്തകൾ സമരിയക്കാരനെ തൻ്റെ കയ്യിലുള്ള എണ്ണയും സമ്പത്തും ആരോഗ്യവും കാരുണ്യ പ്രവർത്തനത്തിനായി പങ്കുവെക്കാൻ സന്നദ്ധനാക്കി. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ മരണം വരെ നമുക്കതിന് സാധിക്കില്ല. കാരണം ആവശ്യങ്ങൾ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം നൽകുന്ന അവസരങ്ങൾ ഒന്നും നാം പാഴാക്കരുത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ശുശ്രൂഷാ മനോഭാവം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുവാനും അവരെ ചേർത്ത് പിടിക്കാനും കരുതലോടെ സമീപിക്കാനുമൊക്കെ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തക്കവിധം നാം നിന്നുകൊടുക്കണം. മറിയത്തെപ്പോലെ നമുക്കും തീക്ഷ്ണതയുള്ളവരാകാം. സമരിയക്കാരൻ്റെ ആ തീക്ഷ്ണതയും മനോഭാവവും നമുക്കുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുകയും ചെയ്യും. ലളിതമായ കാര്യങ്ങൾ പങ്കുവെച്ച സാലി ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, മിസിയോ വാർത്തകൾ ചിലത് ഇവിടെ നൽകിയിട്ടുണ്ട്. 10 ആഴ്ച നീളുന്ന മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിൻ്റെ 19ാമത്തെ ബാച്ച് ഡിസംബർ 27 ആരംഭിക്കുന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിനുള്ള വാട്സപ്പ് ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സുവിശേഷ സാക്ഷ്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാമോദിസ സ്വീകരിച്ച് എല്ലാവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് ഈ ഓൺലൈൻ കോഴ്സ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 ജപമാലയോടുകൂടി സെഷൻ ആരംഭിക്കുന്നു. വലിയ അവസരം ഒരുക്കുന്ന മിസിയോ ടീമിന് നന്ദി. ദൈവത്തിന് മഹത്വം. മിസിയോ റെസിഡൻഷ്യൽ കോഴ്സിനെ പറ്റിയാണ് മറ്റൊരു വാർത്ത. എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. അടുത്ത കോഴ്സ് ഡിസംബർ 15 മുതൽ 20 വരെയാണ് നടത്തപ്പെടുന്നത്. സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 7012574557 9746917273. മറ്റൊരു വാർത്ത മിസിയോ ഔട്ട്റീച്ച് കോഴ്സിനെ കുറിച്ചുള്ളതാണ്. നവംബർ 9 മുതൽ 14 വരെ കൊല്ലം പത്തനാപുരം സെൻറ്റ് സേവിയേഴ്സ് വിദ്യാനികേതൻ ആനിമേഷൻ സെൻറ്ററിൽ വെച്ച് ചെറുപുഷ്പം ബഥനി സിസ്റ്റേഴ്സിനും ആത്മായ ശുശ്രൂഷകർക്കും വേണ്ടി ഫുൾ മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ നമ്പറുകളും നൽകിയിട്ടുണ്ട്. ഈ മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം തികച്ചും സൗജന്യമാണ്. ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഇടവകകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ ടീം അവിടെ വന്ന് കോഴ്സ് നടത്തി തരുന്നതാണ്. ഫോൺ നമ്പർ 9061954230. മറ്റൊരു നമ്പർ കൂടി ഉപയോഗിക്കാൻ നൽകിയിട്ടുണ്ട്. 7012574557. മിസിയോ വൈബ്സ് എന്ന മിസിയോ ടീമിൻ്റെ ഈ മുഖപത്രത്തെക്കുറിച്ചുള്ള വായനക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കുവാൻ മിസിയോ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കാവുന്നതാണ്. അടുത്തു വരുന്ന ലക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. ഇമെയിൽ ID misiovibes@gmail.com എന്നാണ്. മറ്റൊരു വാർത്ത സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ളതാണ്. മിസിയോ ഭവന പണിയുമായി ബന്ധപ്പെട്ട് കടബാധ്യതകൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 56 ലക്ഷത്തിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മിസിയോ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കറുകുറ്റിയിൽ നിഷ യേശുരാജ് ദമ്പതിമാർക്ക് ഒരു ഭവനം ഈ അടുത്ത് പണിത് നൽകുകയുണ്ടായി.
ഒക്ടോബർ 20 ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് നടത്തപ്പെട്ടു. മിസ്സിയോയിലൂടെ ദൈവം നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ താല്പര്യപ്പെടുന്നവർ തങ്ങളുടെ ദശാംശം താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ച് ഒരു സ്ക്രീൻഷോട്ട് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും അയച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അക്കൗണ്ട് നമ്പർ 1012010042623, IFC കോഡ് FDRL 0001012. മിസ്സിയോ ടീം ഒരുക്കിയിരിക്കുന്ന മിസ്സിയോ വൈബ്സ് എന്ന മുഖപത്രത്തിൻ്റെ ലക്കം 50 വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹപിതാവായ ദൈവത്തിൻ്റെയും അനുഗ്രഹം ഏവർക്കും പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ വൈബ്സിൽ നിന്നും മിസ്സിയോ ടീമിൽ നിന്നും എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ആമേൻ.